സാംസ്കാരിക വകുപ്പിന് വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 55ാമത് ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സിനിമകളാണ്. ഇതിൽ കലാമൂല്യം ഉയർത്തിപ്പിടിച്ച 51 അതുല്യ പ്രതിഭകൾക്കാണ് ഇന്ന് ഈ വേദിയിൽ നാം പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 57 അവാർഡുകളാണ് ഇന്ന് നൽകുന്നത്. ഒപ്പം കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരവും ഇന്ന് ഇവിടെ സമർപ്പിക്കപ്പെടുന്നു. ഈ VS വിജയൻ എല്ലാവരെയും സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങ് 55ാം അധ്യായം ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി കേരള സംസ്ഥാന ചലച്ചിത്ര വേദിയിലേക്ക് എത്തുന്നു. ജന്മം കൊണ്ട് മലയാളി അല്ലെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അത്ര മലയാളത്തെ ആവാഹിച്ച നടി ഇന്ന് കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ഇന്ന് ഈ വേദിയിൽ ഏറ്റുവാങ്ങുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി G. അഭിമാനം ആദരവോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരവും ഈ വേദിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. ചെയർപേഴ്സണും ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ നടി ഉർവശി, സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവർ അംഗങ്ങളും ആയ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ C. അജോയ്, മെമ്പർ സെക്രട്ടറിയുമായ സമിതി 2026 ജനുവരി 16 യോഗം ചേർന്ന് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അഭിനേത്രി എന്ന നിലയിൽ മലയാള സിനിമയിൽ അസാധാരണ പ്രതിഭ തെളിയിച്ച ശാരദാമ്മയെ 2024
JC ഡാനിയൽ പുരസ്കാരത്തിന് ജൂറി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. ക്ഷണിക്കുന്നു. 5 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി ശ്രീമതി ശാരദയെ സ്നേഹാദരത്തോടെ വേദിയുടെ മധ്യത്തിൽ ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രതീകമായ നമ്മുടെ പ്രിയങ്കരിയായ നടി ശ്രീമതി ശാരദ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. A standing ovation, ladies and gentlemen, to this stellar actor who has defined an era in Malayalam cinema. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരിയായ ശാരദാമയെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുകയാണ്. എന്നെ പറഞ്ഞാലുമില്ല. ബഹുമാനപ്പെട്ട CM അവർക്കും ബഹുമാനപ്പെട്ട മമ്മൂക്ക അവർക്കും അപ്പ മനസ്സ് അവർക്കും പിന്നെ ഈ വേദിയിലെത്തുന്ന എത്രയോ പ്രമുഖരുണ്ട്. അവർക്ക് എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്നെ ഇത്രയും കാലം പ്രോത്സാഹിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾ ആദരിച്ചത് കൊണ്ട് മാത്രമേ ഇത്രയും കൊല്ലങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ അതൊരു വാക്ക്. അതോടൊപ്പം എനിക്ക് ഈ സന്തോഷത്തിലെ വാക്കുകൾ വരുന്നില്ല. ഏതായാലും നമ്മുടെ സർക്കാർ ഇത് കാണിച്ചതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ സമർപ്പണമാണ് ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ആദ്യമായി പെൺപാട്ട് താരകൾ, മലയാള സിനിമാ പാട്ടുകളിലെ പെണ്ണാവിഷ്കാരങ്ങൾ, ഗ്രന്ഥകർത്തി CS മീനാക്ഷി 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി CS മീനാക്ഷിയെ സാദരം ക്ഷണിക്കുന്നു. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം, പെൺപാട്ട് താരകൾ, മലയാള സിനിമാ പാട്ടുകളിലെ പെണ്ണാവിഷ്കാരങ്ങൾ, ഗ്രന്ഥകർത്താവ് CS മീനാക്ഷി. മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ അത്ഭുതകരവും ആസ്വാദ്യകരവുമായ വീഥിയിലൂടെ സഞ്ചരിച്ച് സ്ത്രീപക്ഷ പരിപ്രേക്ഷ്യം എന്ന നിശ്ചിതമായ വിശകലന രീതിശാസ്ത്രം അവലംബിച്ച് ചലച്ചിത്ര അഭിനയത്തിന് 4 പ്രത്യേക ജൂറി പരാമർശങ്ങളാണ് നൽകാനുള്ളത്. ആദ്യത്തേത് ദർശന രാജേന്ദ്രൻ ഫോർ പാരഡൈസ്. ദർശന രാജേന്ദ്രന് വേണ്ടി ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അമ്മ ശ്രീമതി നീരജ രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം ദർശന രാജേന്ദ്രൻ. ചിത്രം പാരഡൈസ്. ദേശം, ദാമ്പത്യം എന്നിവയിലെ അരാഷ്ട്രീയതയ്ക്കെതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രകടന മികവിന്. അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി ജ്യോതിർമയി. ചിത്രം ഗോഗെൽഗല്ല. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ജ്യോതിർമയെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം ജ്യോതിർമയി. ചിത്രം ബൊഗെയിൻവില്ല. ഓർമ്മയുടെയും മറവിയുടെയും രഹസ്യങ്ങളുടെയും ഇടയിൽപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ മനോവ്യാപാരങ്ങളെ തീക്ഷ്ണമായി ആവിഷ്കരിച്ചതിന്. റോഷൻ തന്ന ബ്രേസ്ലെറ്റ് നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അന്ന് രാത്രി കാർ ഓടിച്ച ഞാനാണ്. അഭിനയത്തിനുള്ള
പ്രത്യേക ജൂറി പരാമർശം നേടിയിരിക്കുന്നത് ആസിഫ് അലി കിഷ്കിന്ധ ഘാട്ടം. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം അഭിനയം ആസിഫ് അലി. ചിത്രം കിഷ്കിന്ധ ഘാട്ടം. കുടുംബത്തിലെ ഒരു രഹസ്യത്തിന്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിന്റെ നിസ്സഹായ അവസ്ഥയും വ്യാകുലതകളും വിഹ്വലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചത്. അച്ഛനെ പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടപ്പോ എന്റെ സംശയങ്ങള് ഞാൻ എന്താ ചോദിക്കും. അപ്പുറം അഭിനയത്തിനുള്ള അടുത്ത പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത് AR എന്ന ചിത്രത്തിന് ടൊവിനോ തോമസ്. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ടൊവിനോ തോമസിനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം അഭിനയം ടൊവിനോ തോമസ്. ചിത്രം AR. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ 3 കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയ മികവിന് അൻപത്തിയഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ അവസാനത്തെ 2 അവാർഡുകളിലെ സമർപ്പണത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മികച്ച നടി ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രത്തിന് വേണ്ടി ഷംല ഹംസ. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ഷംല ഹംസയെ ക്ഷണിക്കുന്നു. മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിറ്റി ഫാത്തിമ. പുരുഷാധികാരത്തിന്റെയും മതപൗരോഹിത്യത്തിന്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അയത്ന ലളിതമായി അനുഭവിപ്പിച്ച അഭിനയ മികവിന്. എന്താണ് നിനക്ക്? ഞാൻ കുറച്ച് ദിവസം ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്ക് ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല. അതെ, ഭർത്താക്കന്മാരെ മുന്നിൽ പെണ്ണുങ്ങളെ നാവ് പൊങ്ങാൻ പാടില്ല. അങ്ങനെയാണ് എന്റെ ഉമ്മന്റെ പന്മാരെ പഠിപ്പിച്ചത്. The final award to be presented this evening for the best actor, മികച്ച നടൻ പ്രമനിതം എന്ന ചിത്രത്തിന് വേണ്ടി മമ്മൂട്ടി. മലയാളത്തിലെ മഹാനടൻ ശ്രീ മമ്മൂട്ടി. മികച്ച നടൻ മമ്മൂട്ടി. ചിത്രം പ്രണവയുഗം. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ മികവിന്. താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പകർന്നാട്ട പൂർണ്ണതയ്ക്ക്. എന്റെ അർത്ഥശൂന്യമായ ജീവിതം ഒടുവിലിതാ ലക്ഷ്യസ്ഥാനത്തെത്തി. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള സജ്ജനങ്ങൾ, പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിന്റെ 1 ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണ്. അതുപോലെ സൗബിൻ, നടി ഷംന, അങ്ങനെ എല്ലാവരും ഇവരെയും കൊണ്ട് അത്ഭുതപ്പെടുത്തിയത്. ഇനി ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടു. ഈ അടുത്ത ദിവസം നിങ്ങൾ ഈ പലരും കണ്ടു കാണും. ഈ പുരുഷാധിപത്യത്തെ പറ്റിയാണ് സിനിമ എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും. ആ സിനിമയിലെ ഭർത്താവിൻ്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്തിമ ഫാനിടട്ടെ എന്ന് പറയും.
ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവൂ. മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട്, മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ, അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത്, ഇത്ര നല്ല കഥകൾ കിട്ടുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇവിടെ അത് കാണാൻ ആളുള്ളതുകൊണ്ട്. ഇവിടെ പല സിനിമകൾ നമ്മുടെ നാട്ടിൽ വിജയകരമായി പ്രദർശിപ്പിച്ച കലാമൂല്യമുള്ള സിനിമകൾ ഒരിക്കലും മറ്റു ഭാഷകളിൽ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകണമെന്നില്ല. നമ്മുടെ എല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് സിനിമ ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദേശങ്ങൾ പകരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സിനിമയ്ക്കൊരു കഥ വേണം എന്നാലോചിക്കുന്നവരാണ്. സിനിമയിലെ നായകന്മാരും നായികമാരുമൊക്കെ സാധാരണ മനുഷ്യരാണ് എന്നറിയുന്നവരാണ്. സാധാരണ മനുഷ്യരെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമയിലെ നമ്മുടെ കഥാപാത്രങ്ങളെല്ലാം മനുഷ്യരാകുന്നത്. മറ്റു ഭാഷാ ചിത്രങ്ങൾ നമ്മൾ കാണുന്ന പോലെ എല്ലാവരും അമാനുഷ്യരാണ്, മനുഷ്യർക്ക് മുകളിലുള്ളവരാണ്. അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ ഒരുപാട് ബുദ്ധിപരമായും ശാരീരികമായും ശക്തിയുള്ളവരാണ്. ഒരു സാധാരണ മനുഷ്യരെക്കാൾ നമ്മുടെ സിനിമകൾ നായകന്മാർക്ക് ശക്തിയോ ബുദ്ധിയൊന്നുമില്ല. സാധാരണ മനുഷ്യർ ചെയ്തു പോകുന്ന നന്മകൾക്കും തിന്മകൾക്കും അവരൊരിക്കലും അപ്പുറമല്ല. അവർക്കും നന്മകളും തിന്മകളും ഉള്ളവരാണ്. മനുഷ്യ സഹജമായ എല്ലാത്തരം നന്മ തിന്മകളും കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന കഥകളാണ് നമുക്ക് കൂടുതലുള്ളത്. അതുതന്നെയാണ് നമ്മുടെ വിജയം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ പറയുന്നത്, ഞാൻ അതിന് മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടില്ല. പോട്ടെ, പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് എൻ്റെ ആഗ്രഹമുള്ള സിനിമകളാണ്. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആഗ്രഹമുള്ള സിനിമകളാണ് എടുക്കുന്നത്. ആ ആഗ്രഹത്തിനോട് പ്രേക്ഷകർ ഒത്തുപോകുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതിന് ഇത്രയും നല്ല പ്രേക്ഷകരുണ്ടായ ഈ ഭാഷയോട് തന്നെ, അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട് തന്നെ നമ്മളെന്നും നന്ദിയുള്ളവരായിരിക്കും. She was there and I was supposed to play her husband. A film called Antapuram, which later faced a second national award for me, and I walked in and she said, "Why is this boy coming to play my husband?" I said, "Madam, just give me a little time. I'll put on my makeup and come." And for many years we were called a very good pair. And to be on the stage, to see and witness this love of Malayalam cinema and honoring the body of work she has had, it makes my moment very beautiful, madam. Thank you. Well, when I was called to be the jury chairman, I was very excited because coming from Karnataka, I have grown, learned, watching the mind-blowing quality cinema Malayalam has produced. മികച്ച ഗാനരചയിതാവ് വേടൻ, ഗാനം കുതന്ത്രം, വിയർപ്പ് തുന്നിയിട്ട കുപ്പായി, ചിത്രം മഞ്ജുമൽ ബോയ്സ്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനുക്കാത്ത വാക്കുകളിലൂടെ പകർത്തിയെടുത്ത രചനാ മികവിന് പ്രത്യേക അവാർഡ്. പായൽ കപാടിയ ചിത്രം പ്രഭയായി നിലച്ചതല്ല. മഹാനഗരത്തിലെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും പരസ്പരം താങ്ങും തണലുമാകുന്ന സ്ത്രീകളുടെ വൈകാരിക ബന്ധങ്ങളും സങ്കീർണമായ ജീവിതാവസ്ഥകളും തീക്ഷ്ണമായി ആവിഷ്കരിച്ച സംവിധാന പാഠവത്തിന് ഒരു മനോഹര പ്രണയഗാനത്തിന്റെ ഹൃദയഹാരിയായ ആലാപന ചാരുതയ്ക്ക് ഗാനം ആരോരും കേറിടാത്തൊരു ചില്ലയും. ചിത്രം ആലാപനത്തിന്റെ
പാശ്ചാത്യവും തദ്ദേശീയവുമായ ധാരകളെ അതിവിദഗ്ധമായി സമന്വയിപ്പിക്കുന്ന സ്വരമാധുരിയിലൂടെ മികച്ച ദൃശ്യാനുഭവം പകർന്നതിന് മികച്ച കലാസംവിധായകനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് അജയൻ ചാലിശ്ശേരി. ചിത്രം മഞ്ഞുമൽ മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സൈന റാഫേൽ. ചിത്രം ബറൂസ്. ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. കഥാപാത്രം മുവേസി മരിയ. മുവേസി മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന് നിലവറക്കകത്തെ ഭൂതത്തിന് ശക്തിയുണ്ട്. പൗർണമിയുടെ ശോഭ കെടുന്നുണ്ട്. ഭൂതത്തെ പുറത്തിറക്കാൻ സാധിക്കും. മികച്ച സംവിധായകൻ ഗിരീഷ് ഏടി. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ഗിരീഷ് ഏടിയെയും ക്ഷണിക്കുന്നു. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ്. പ്രേമൻ. നിർമ്മാതാക്കൾ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ. സംവിധായകൻ ഗിരീഷ് ഏടി. സമകാലിക കേരളീയ കൗമാരത്തിന്റെ പ്രണയവും പ്രണയ നിരാസവും പ്രതീക്ഷകളും നർമ്മരസം നിലനിർത്തി ജേതാക്കൾ ജിതിൻ ലാൽ, ആൽബർട്ട് തോമസ്, അനിരുദ്ധ മുഖർജി ആൻഡ് സലീം ലാഹിർ. ചിത്രം ARM. 12,500 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാൻ 4 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച വിഷ്വൽ എഫക്ട്സ് ജിതിൻ ലാൽ, ആൽബർട്ട് തോമസ്, അനിരുദ്ധ മുഖർജി, സാലിം ലാഹിർ. ചിത്രം ARM. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥാപരിസരങ്ങളെയും ഭാവനാ ലോകങ്ങളെയും യഥാതഥമായി നിർമ്മിച്ചെടുത്ത് ദൃശ്യവിസ്മയമൊരുക്കിയ സാങ്കേതിക വൈദഗ്ധ്യം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ചിദംബരത്തെ ക്ഷണിക്കുന്നു. മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. ഒരു യഥാർത്ഥ സംഭവത്തെ അതിന്റെ ഉദ്വേഗം ചോർന്നു പോകാതെ നിരവധി കഥാപാത്രങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിലൂടെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച രചനാ പാടവത്തിന് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരമാണ് ഇനി. ജേതാക്കൾ ലാജോ ജോസ്, അമൽ നീരജ്. ചിത്രം ബൊഗേൻവില്ല. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതമടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങാൻ ശ്രീ ലാജോ ജോസിനെയും ശ്രീ അമൽ നീരജിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീമതി ജ്യോതിർമയെയും സസ്നേഹം ക്ഷണിക്കുന്നു. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ലാജോ ജോസ്, അമൽ നീരജ്. ചിത്രം ബൊഗെയിൻവില്ല. സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെട്ട റൂത്തിന്റെ ലോകം എന്ന നോവലിന്റെ അന്തസ്സത്ത ചോർന്നു പോകാതെ ദൃശ്യഭാഷയിലേക്ക് മാറ്റി എഴുതിയ അനുവർത്തന മികവിന് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരമാണ് ഇനി. ജേതാവ് ഷൈജു ഖാലിദ്. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ഷൈജു ഖാലിദിനെ ക്ഷണിക്കുന്നു. മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. വ്യത്യസ്ത സമയങ്ങളിലെയും കാലാവസ്ഥകളിലെയും ദൃശ്യങ്ങളെ അനുയോജ്യമായ ലൈറ്റിങ്ങിലൂടെ തികച്ചും സ്വാഭാവികമായി പകർത്തിയ ഛായാഗ്രഹണ മികവിന് ജേതാവ് സുഷിൻ ശ്യാം. ചിത്രം ബൊഗേൻവില്ല. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ സുഷിൻ ശ്യാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. ഗാനങ്ങൾ മറവികളെ പറയും, ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്റെ സ്തുതി. ചിത്രം ബൊഗെയിൻവില്ല. വളരെ വ്യത്യസ്തവും മനോഹരവുമായ 2 ഗാനങ്ങൾക്ക് ശ്രവണമധുരമായ ഈണം പകർന്ന സംഗീത സംവിധാന പാടവത്തിന് മഞ്ഞുമൽ ബോയ്സ്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ സൗബിൻ ഷാഹിനെ ക്ഷണിക്കുന്നു. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടുകയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സൗഹൃദത്തിനായി നിർഭയം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന്റെ ഹൃദയഹാരിയായ ആവിഷ്കാരത്തിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിനൊപ്പം പങ്കിട്ടിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ. ചിത്രം ഭ്രമയുഗം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ സിദ്ധാർത്ഥ് ഭരതനെ ക്ഷണിക്കുന്നു. മികച്ച സ്വഭാവ നടൻ സിദ്ധാർത്ഥ് ഭരതൻ. ചിത്രം ഭ്രമയുഗം. അധികാരത്തിന്റെ ഭ്രമലോകത്തിനകത്ത് ദേശകാലങ്ങൾ മറന്ന് തടവുകാരനായി കഴിയേണ്ടി വന്ന ഒരു യുവാവിന്റെ അതിജീവന ശ്രമത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചത് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരമാണ് ഇനി. ജേതാവ് ലിജോ മോൾ ജോസ്. ചിത്രം നടന്ന സംഭവം.
മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. കുടുംബത്തിലും സമൂഹത്തിലും അപമാനിതയാകുന്ന ഒരു സ്ത്രീ സ്വയം കരുത്താർജിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ സ്വാഭാവികമായ ആവിഷ്കാരത്തിന്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്താണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അയാൾ എന്നോട് സംസാരിക്കുമ്പോഴോ ആ കാര്യം ഞാൻ എന്റെ കൂട്ടുകാരിയോട് പറയുമ്പോഴോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂട്ടുകാരിയോട് വളരെ പേഴ്സണൽ. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ശ്രീ സൗബിൻ ഷാഹിർ, ശ്രീ ബാബു ഷാഹിർ എന്നിവരെ ക്ഷണിക്കുന്നു. ഒപ്പം 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ സംവിധായകൻ ശ്രീ ചിദംബരത്തെയും ക്ഷണിക്കുന്നു. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം. നിർമ്മാതാക്കൾ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധ ഗർത്തത്തിൽ അകപ്പെട്ടു പോകുന്ന സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയഹാരിയായ ആവിഷ്കാരം. സൗഹൃദത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പ്രമേയത്തിന്റെ ശക്തമായ അവതരണത്തിന്. നീ ശരിക്കും ആലോചിച്ചിട്ടില്ലാണോ? നീയാണെങ്കിൽ നീ അറിഞ്ഞില്ലെങ്കിൽ ഞാനാണ്. A proud moment for Team Manumal Boys as the team comes on stage to receive the Best Film Award. Producers and the director